എത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഇത് കേൾക്കുന്നത്. എൻ്റെ മോളെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു തന്നത്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി കയ്യിൽ കിട്ടിയ പാടെ അതിന്റെ മുമ്പേ ഞാൻ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് കേൾക്കുകയും മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും അതിൽ കുറച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ വർക്ക് ചെയ്തിട്ടില്ല. കാരണം അന്ന് എനിക്ക് ടൈലർ ഷോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ വർക്ക് ചെയ്യാനോ അതിന്റെ മീറ്റിങ്ങുകളോ ട്രെയിനിങ്ങുകളോ ഒന്നും പങ്കെടുക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ അത് നിർത്തി. തന്നെയല്ല, പ്രോഡക്റ്റ് നല്ലതല്ല, മോശമാണെന്ന് മറ്റൊരു പ്രൊഡക്റ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് പ്രൊഡക്റ്റ് അത് നല്ലോണം ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ എന്തോ ഞാൻ മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും ഒന്നും പങ്കെടുക്കാത്തത് കൊണ്ടാവാം എനിക്കതൊന്നും കൊടുക്കാൻ പറ്റാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അന്നത്തെ ആ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ കുറേയൊക്കെ ഉപയോഗിച്ചു, കുറേയൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്, ഞാൻ വിറ്റിട്ടില്ല. അങ്ങനെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് അന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പാവപ്പെട്ട സാധാരണ GTS ഒരു BOP, അതിന്റെ ഒരു BOP ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ബിസിനസ് മൈൻഡ് ഉള്ള ഒരാളായത് കൊണ്ട് ഞാൻ നടത്തിക്കൊണ്ട് നിൽക്കുന്ന ടൈലർ ഷോപ്പ് വികസിപ്പിക്കാനുള്ള ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏകദേശം എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ടൈലർ ഷോപ്പിന് ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം വരുമായിരുന്നു. ആ ഒരു സ്വപ്നത്തിലുള്ള ടൈലറിംഗ് ഷോപ്പ് എനിക്ക് അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മളെ കയ്യിൽ സാമ്പത്തികമായിട്ടില്ലാത്തത് കൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ ടൈലർ ഷോപ്പ് ഒഴിവാക്കാൻ നോക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അവസരം എനിക്ക് കിട്ടുന്നത്. കിട്ടിയ പാടെ ഞാൻ എൻ്റെ നഷ്ടമൊന്നും നോക്കാതെ ഏകദേശം 1.5 ലക്ഷം രൂപയോളം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആണ് ഞാൻ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വരുന്നത്. ഈ ടൈലർ ഷോപ്പ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഷോപ്പ് തുടങ്ങി, ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്താണ് ആ ഷോപ്പ് തുടങ്ങിയത്. ആ ലോണൊക്കെ ഏകദേശം ഞാൻ ആ ടൈലർ ഷോപ്പ് തന്നെ അടച്ചു തീർത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിയത് വെറും 1 ലക്ഷം, ഞാൻ കൊടുത്ത അഡ്വാൻസ് ആയിട്ടുള്ള 1 ലക്ഷം രൂപ മാത്രമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷെ ആ ഫർണിച്ചറും സാധനങ്ങളും മെഷീനും എല്ലാം ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് ഇറങ്ങിയ പാട് തന്നെയാണ് കൊറോണ വരുന്നത്. കൊറോണ വന്ന് ഇറങ്ങി കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് ഷോക്കേസിൽ വെച്ച് അങ്ങനെ കൊറോണ വന്ന് ലീഡേഴ്സ് പല ഭാഗത്തേക്കും തിരിഞ്ഞു. ഒരു വയനാട് ജില്ലയിലുള്ള ആളുകളായിരുന്നു എൻ്റെ ലീഡേഴ്സിന് നമ്മളെ കോഴിക്കോട് ജില്ലയിലേക്ക് ബന്ധപ്പെടാനൊന്നും പറ്റിയില്ല. അവർക്ക് വരാൻ പറ്റിയില്ല. അവർ പല വഴിക്കും നീങ്ങി, പല മണിച്ചെയിൻ കമ്പനികളിലേക്കും നീങ്ങി. എന്നെ അതിലേക്ക് ക്ഷണിച്ചു. പക്ഷെ ഭാഗ്യം കൊണ്ട് ഞാൻ അതിൽ പെട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും തയ്യലിലേക്ക് തന്നെ മടങ്ങി. കുറച്ച് പുറത്തിറങ്ങാൻ പറ്റിയപ്പം വീണ്ടും ഒരു 50,000 രൂപക്ക് കുറച്ച് മാക്സി മെറ്റീരിയൽസ് ഒക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ വീണ്ടും തയ്യൽ വ്യാപാരം തന്നെ തുടങ്ങി. ഈ പ്രോഡക്റ്റ് ഷോക്കേസിൽ അവിടെ വെക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ മാക്സി വാങ്ങാൻ എൻ്റെ അയൽവാസി വരുന്നതും നിങ്ങൾ ഈ പ്രൊഡക്റ്റൊക്കെ വെച്ച് എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? കൊടുവള്ളി ഒരു അയ്യൂബ് സാർ ഉണ്ട്. കൊടുവള്ളിയിലുള്ള ഒരു അയ്യൂബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, താമരശ്ശേരി, ഇതിന്റെ സ്റ്റോർ നടത്തുന്നത്. നിങ്ങൾ ഓരോമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കി. ചിലപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റുകളൊക്കെ അവരെടുത്തേക്കാം എന്ന് പറഞ്ഞ് അയ്യൂബ് സാറ് നമ്പർ തന്ന്. പക്ഷെ അത് ശരിക്കും ഫസലു സാറ് ടീമിലുള്ള ആളായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് അയ്യൂബ് സാറും റമീസ് സാറും ഒക്കെ അവിടെ ഉണ്ട്. ആ സമയത്ത് അയ്യൂബാണോ റമീസാണോ ഒന്നും എനിക്ക് അന്ന് അറിയില്ല കേട്ടോ. പക്ഷെ അവരുമായിട്ട് സംസാരിച്ച് അവരെൻ്റെ ID ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ID ഒക്കെ ആക്റ്റീവാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് എൻ്റെ ID അടിക്കാൻ ഇത് സത്യത്തിൽ ഫസലു സാറ് ടീമിലുള്ള ആളാണല്ലോ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അയ്യൂബ് സാർ എന്ന എൻ്റെ ID അടിച്ചില്ല. പിന്നെ അയ്യൂബ് സാർ അത് നോക്കിയതുമില്ല. പക്ഷെ വീണ്ടും എന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ഈ നസീറ മാഡം എൻ്റെ വീട്ടിൽ സായർ സാറേയും ഫസലു സാറേയും ഒക്കെ കൂട്ടി വരും. അന്നൊക്കെ അവരിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് മാറ്റി കുന്നമംഗലത്ത് ഒരു സ്റ്റോർ തുടങ്ങുന്നുണ്ട്, നമുക്ക് പ്രൊഡക്റ്റ് ഒക്കെ അങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞ് അവർ മാറ്റി വെച്ച്. എന്നാലും ഒരു അക്കച്ചക്കയിൽ എൻ്റെ ID അടിക്കണോ, ഇവരിത് ചെയ്യോ? ചിലപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ബാക്കോട്ട് പോവോ? ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വരെ മാത്രമേ അവരുണ്ടാവൂ എന്നുള്ളതൊക്കെ ഒരു എക്കച്ചക്ക അവർക്ക്. ഞാൻ ഈ ബിസിനസ് ചെയ്യൂല എന്നുള്ളത് എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈ ബിസിനസ് ചെയ്യൂല എന്ന് തന്നെയായിരുന്നു. വീണ്ടും ഈ ബിസിനസ്സിലേക്ക് വരികയും ഈ മോർണിംഗ് മീറ്റ് കേൾക്കുകയും സൂം കയറുകയും മോർണിംഗ് മീറ്റ് കേൾക്കുകയും ചെയ്തപ്പോഴാണ്
എനിക്ക് ഒന്നുകൂടെ ഒരു വിശ്വാസം വന്ന് ഞാനിത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും ഫസ്റ്റിലൊന്നും ഇപ്പം ഇവിടെ ടീമില്ല എന്ന്, എനിക്ക് ടീമില്ല എന്നൊരു ബ്രോൺസ് ആകുമ്പോൾ തന്നെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ടീം കോർഡിനേറ്റർ ആവുന്നത് വരെ എനിക്കൊരു ടീമും ഇല്ലായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ വിറ്റ് സ്വന്തം എൻ്റെ ഈ കുന്നമംഗലം സ്റ്റോറിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുത്ത്, സ്റ്റോറിലേക്ക് കൊണ്ടുപോയ ഉൽപ്പന്നങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വിറ്റ് ആണ് ഞാൻ ടീം കോർഡിനേറ്റർ ആയതും, ടീം കോർഡിനേറ്റർ ആവുന്നതിൻ്റെ മുമ്പേ പെർഫോമൻസ് ബോണസ് അടിച്ചതും ഒക്കെ ഒറ്റക്ക് സ്വന്തമായിട്ട് സെൽഫ് പർച്ചേസ് ചെയ്തിട്ട് ആ ഉൽപ്പന്നങ്ങൾ വിറ്റ് റീപർച്ചേസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ TC അപ്പോൾ ഒരു ദിവസം നമ്മുടെ മോർണിംഗ് മീറ്റിൽ പ്രജീഷ് കാവിൽ സാർ വന്നു. പ്രജീഷ് കാവിൽ സാറ് ക്ലാസ് കേട്ട്, അപ്പം എൻ്റെ നാട്ടുകാരനാണല്ലോ, അപ്പോൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ സാറെ വിളിച്ചു. പ്രജീഷ് കാവിൽ ഈ ആട്ടുകാരനാണ്, അപ്പോൾ ഈ ആട്ടുകാരനായതുകൊണ്ട് ഞാൻ അറിയുന്ന ആളാണോ എന്നൊക്കെ തോന്നി എനിക്ക്. അപ്പം ഞാൻ TC ഗ്രൂപ്പിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ എടുത്ത് അദ്ദേഹത്തിനെ വിളിച്ച് എൻ്റെ നാട്ടുകാരനായതുകൊണ്ട് വിളിച്ചാണ് ഞാൻ മോർണിംഗ് മീറ്റിൽ വന്നു കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞ സമയത്ത് സാറിനോട് ഞാൻ പറഞ്ഞ ടീമൊന്നും ആയിട്ടില്ല, എനിക്ക് ഒരു സൈഡിൽ ഒരാളുണ്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്, വേറെ ആരും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ, ഒരു സൈഡിൽ ഒരാളായല്ലോ TC ആകുമ്പോൾ, ഇനി TC ആയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഒരാളായല്ലോ എന്നുള്ള ആ ഒരു മോട്ടിവേഷനാണ് വീണ്ടും എന്നെ ഈ ബിസിനസ്സിൽ എനിക്ക് ടീമാവും, എനിക്ക് ടീമൊക്കെ വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് വന്നത്. അങ്ങനെയാണ് എനിക്ക് ടീമായത്. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്ക് ടീമില്ല, ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നില്ല, അതുകൊണ്ട് ഞാനും ഇറങ്ങുന്നില്ല, ടീമൊന്നും ഇല്ലാണ്ട് ഞാൻ എന്തിനാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വീട്ടിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ടീമൊക്കെ ആവും, ടീമൊക്കെ വന്നോളും, നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കുക. ഞാൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ നിന്നു, എൻ്റെ ലീഡേഴ്സിൻ്റെ കൂടെ നിന്നു. ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ചു. ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ GTS വരാൻ പറഞ്ഞാൽ GTS വരും, പിന്നെ 1 ഡേ ട്രെയിനിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ 1 ഡേ ട്രെയിനിങ്ങിന് പോകും, 2 ഡേ ട്രെയിനിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ 2 ഡേ ട്രെയിനിങ്ങിന് പോകും. 2 ഡേ ട്രെയിനിങ്ങിനൊക്കെ ഞാൻ പോയ കഥയൊക്കെ നല്ല വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ഒരു പ്രവാസി ആയ ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ അവരെ ഒരു റിസോർട്ടിലേക്കൊക്കെ ഏതെങ്കിലും ഒരു ഹസ്ബൻഡ് പറഞ്ഞയക്കുമോ? ഒരിക്കലും പറഞ്ഞയക്കില്ല. റിസോർട്ടിലാണ് പോകുന്നതെന്ന് പറഞ്ഞാലൊന്നും ഒരിക്കലും പറഞ്ഞയക്കില്ല. എന്നെ ഒരിക്കലും വിടൂല എന്നുള്ള 100% ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ പല സമയത്തും ഞാൻ അതിൻ്റെ മുമ്പേ നമ്മുടെ ബിജു സാറ് വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് നടക്കൂ. നമ്മൾ ആഗ്രഹിക്കണം, നമ്മളെ മനസ്സിൽ ആഗ്രഹിച്ചാൽ നടക്കും. അതുപോലെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 2 ഡേ RTPക്ക് പോകണം, എനിക്ക് പഠിക്കണം. RTP എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് പഠിക്കണം എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു. ഒരിക്കലും എന്നെ വിടൂല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ചിലപ്പോൾ മുപ്പര് വന്നാലെങ്കിലും കൂടെ പോന്നാലെങ്കിലും പോകാൻ പറ്റിയായിരിക്കും എന്നൊക്കെ എനിക്ക് ഉറപ്പാണ്. 2500 രൂപ എന്നാൽ 1650 രൂപയാണ് ഫീസ്. 1650 രൂപ ഫീസ് വേണം എന്ന് പറഞ്ഞാൽ തീരെ സമ്മതിക്കൂല, അത് ഉറപ്പാണ്. അപ്പം ഞാൻ ഫീസ് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ബിജു സാറോട് പറഞ്ഞു, ബിജു സാറേ എനിക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വിടുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല, വിടൂല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഹസ്ബൻഡിൻ്റെ നമ്പർ ഇങ്ങോട്ട് തരി എന്നോട് ബിജു സാറ് പറയുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ ബിജു സാർ വാങ്ങിയിട്ട് ബിജു സാറ് ഹസ്ബൻഡിനെ വിളിച്ചതിന് ശേഷമാണ് ഈ കാര്യം ഞാൻ ഹസ്ബൻഡിനോട് തന്നെ, ഹസ്ബൻഡ് ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഒരു റെക്കമെൻഡ് വന്നിട്ടുണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നീ പോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പോകണം എന്ന് ആഗ്രഹിച്ച് ഡ്രസ്സ് വരെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പൈസ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പോകാനാവുന്ന ഒരു വിശ്വാസവും എനിക്കില്ല, എന്നെ സമ്മതിക്കും എന്നുള്ളൊരു വിശ്വാസവും എനിക്കില്ല. പക്ഷെ അവിടെ എത്തി ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്ത്, എൻ്റെ ഹസ്ബൻഡിനെ വീഡിയോ കോൾ ചെയ്ത് എല്ലാം കാണിച്ചു കൊടുത്തു, എല്ലാ കാര്യവും വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് വിശ്വാസം ഉണ്ടാക്കി കൊടുത്ത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, എന്ത് കാര്യത്തിനായാലും നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കും. ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നോ എൻ്റെ കൂടെ ടീമില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ടീമൊക്കെ വന്നോളും, പക്ഷെ നമ്മളത് ആഗ്രഹിക്കണം. ടീം ഉണ്ടാവണം, നമ്മൾ ആഗ്രഹിക്കണം. സത്യത്തിൽ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം
അതായത് മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുക, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അത് ജീവിതത്തിന്റെ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. പല സ്ഥലത്തുനിന്നും പല രീതിയിലുള്ള കുത്തുകളും കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് കിട്ടല്ലോ ഒരുപാട്. സത്യത്തിൽ ഞാൻ പറഞ്ഞുതരാം, എനിക്കൊരു മക്കളെത്തണം, അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള വാശി എൻ്റെ മനസ്സിൽ വന്നതും എൻ്റെ മോൾക്ക് 1.5 വയസ്സായ സമയത്ത് ഞാൻ ഇറങ്ങി തിരിച്ചതും. പക്ഷെ അതിൻ്റെ മുമ്പേ ഹസ്ബൻഡും എൻ്റെ ബ്രദറും കൂടെ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് കുറെ പൊട്ടി, കുറെ പൈസയൊക്കെ നഷ്ടം വന്ന് കുറെ പൊട്ടി. ഹസ്ബൻഡ് ഒരു പിന്നെ ജോലിയിലൊക്കെ കയറിയതാ, ഒരു എന്താ പറയാ, ഒരു കൂലിപ്പണിക്ക് ഒക്കെ കയറിയതാ. ബിസിനസ്സൊക്കെ നിർത്തി കൂലിപ്പണിക്കൊക്കെ കയറിയ സമയത്താണ് എൻ്റെ മോക്ക് ഒരു 1.5 വയസ്സായ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മൊബൈൽ ഷോപ്പ് ആദ്യം നടത്തിയിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഷോപ്പ് നടത്തി അതൊക്കെ ഇങ്ങനെ ക്ലിക്കായി വന്ന സമയത്ത് പിന്നെ ആണ് ടൈലർ ഷോപ്പിലേക്ക് അത് ക്ലിക്കായ സമയത്താണ് ഹസ്ബൻഡിന് വിസ വരുന്നതും ഗൾഫിൽ പോകുന്നതും. ഗൾഫിൽ പോകുന്ന സമയത്ത് എന്നോട് പറയാണ്, ഇനി പുറത്തേക്ക് ഇറങ്ങണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട, ഇനി ഹസ്ബൻഡ് ഗൾഫിൽ പോയിക്കല്ലേ, അവിടെ നിന്ന് അങ്ങ് കിട്ടിക്കോളും, അവിടെ നിന്ന് ഉണ്ടായിക്കോളും, അതിലൂടെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ നിന്ന് ഇല്ലാഞ്ഞിട്ടല്ല, അവിടെയും ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്, ബിസിനസ് അല്ല. അപ്പോൾ ബിസിനസ്സുകാരനായാലേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഞാൻ തയ്യൽ മേഖലയിലേക്ക് തിരിഞ്ഞ് തയ്യൽ പഠിച്ചു. തയ്യൽ മേഖലയിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം രക്ഷപ്പെടാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്ത് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ ഏറ്റെടുക്കുകയും ഇന്ന് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റിൻ്റെ കൂടെ നിൽക്കുകയും ഒരു ടീമില്ലാത്ത എനിക്ക് ഏകദേശം നല്ലൊരു ടീമാവുകയും ഇന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററായി ഏകദേശം റീജിയണൽ ടീം കോർഡിനേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 3-4 വർഷം എടുത്തിട്ടാണെങ്കിലും അത് നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരൊറ്റ GTS ഞാൻ ഒഴിവാക്കാറില്ല. അന്ന് നമ്മൾ കൊറോണയ്ക്ക് ശേഷം താമരശ്ശേരി നമുക്ക് GTS ഇല്ലായിരുന്നു. നമുക്ക് അന്ന് GTS ഉണ്ടായിരുന്നത് കോഴിക്കോട് GTS നിന്ന് പോയിട്ടുണ്ട്. കോഴിക്കോട് GTS ഇല്ലായിരുന്നു, നമുക്ക് ബാലുശ്ശേരിയും GTS ഉണ്ടായിരുന്നു. ഈ ബാലുശ്ശേരി GTSൽ എല്ലാ ദിവസവും ഞാൻ പങ്കെടുക്കും. എല്ലാ ബുധനാഴ്ചയും ഞാൻ ബാലുശ്ശേരി GTSന് പോകും. എനിക്ക് ടീമൊന്നുമില്ല, പക്ഷെ എന്തായാലും ഞാനൊരു സ്റ്റാർ റൂബി കോർഡിനേറ്റർ എന്നില്ല, സ്റ്റാർ റൂബി TC, അതിനുശേഷം TC ആയതിനു ശേഷം ATCക്കൊക്കെ നമുക്ക് ഫുള്ള് അവിടെ മൈക്ക് കിട്ടും. ഈ മൈക്ക് പിടിച്ച് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകാറ്. ആ മൈക്ക് എനിക്ക് കിട്ടണം, എനിക്ക് വിറയ്ക്കും, എനിക്കറിയാം, നല്ലോണം വിറയ്ക്കും. മൈക്ക് പിടിച്ചാൽ എനിക്ക് വിറയ്ക്കും, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ വിറയൽ മാറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലുശ്ശേരി GTSൽ ആരും അറിയൊന്നുമില്ല. അനിൽ സാർ എന്നാന്ന് എനിക്ക് പരിചയമില്ല, അവിടെ പോയിട്ട് പരിചയപ്പെട്ടെന്നല്ലാതെ എനിക്ക് ആരെയും പരിചയമൊന്നുമില്ല. ഷാഹിർ സാർ ആണെങ്കിൽ അങ്ങനെയൊന്നും വരലുമില്ല ബാലുശ്ശേരി GTSലേക്ക്. അങ്ങനെയല്ല, അവരില്ല. ഞാൻ എൻ്റെ ലീഡർ ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നില്ല എന്നാട്ടോ ഞാൻ പറയുന്നത്. ഷാഹിർ സാറെ കുറ്റപ്പെടുത്തിയല്ല, ഷാഹിർ സാർ വരലില്ല എന്നല്ല, എൻ്റെ ലീഡർ പോകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ എനിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി പങ്കെടുത്തു. അങ്ങനെ പിന്നീടാണ് താമരശ്ശേരി GTS തുടങ്ങുന്നത്. താമരശ്ശേരി GTS തുടങ്ങിയപ്പോൾ 1-2 ദിവസം എനിക്ക് ടീമില്ലാണ്ട് ഞാൻ എന്തിനാ പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ പോകാതിരുന്നപ്പോൾ ഷാഹിർ സാർ എന്നോട് ഒരു വാക്ക് പറഞ്ഞ്, താമരശ്ശേരി നടക്കുന്നത് വലിയ GTS ആണ്, അവിടെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് ആലപ്പുഴയിൽ നിന്നും മറ്റും ആളുകൾ വന്ന് നമ്മളെ താമരശ്ശേരി വന്ന് ടീം ഉണ്ടാക്കാണ്. ഒരു കാര്യങ്ങൾ ഓർക്കണം, നിങ്ങളെ കാലിൻ്റെ അടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത്. നിങ്ങളെ കാലിൻ്റെ അടിയിലെ മണ്ണ് നിങ്ങൾ അറിയാതെ ഒലിച്ചു പോവുകയാണ്. അതിനുശേഷം ഒരു GTS പോലും ഞാൻ താമരശ്ശേരി GTS ഒഴിവാക്കിയിട്ടില്ല. ഒരു GTSന് പോലും ഞാൻ പങ്കെടുക്കാതിരുന്നിട്ടില്ല. വലിയ ദൂരോട്ട് കോഴിക്കോട് GTSന് എല്ലാ ആഴ്ചയും പോകാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ചില GTS കോഴിക്കോട് GTSനും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താ പറയുക, നമ്മളുണ്ടെങ്കിലേ നമ്മളെ ടീം GTSന് വരൂ. അത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ എൻ്റെ ടീമെന്ന് ആരും വരുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിച്ച് വീട്ടിലിരുന്നാൽ ഈ ആഴ്ച ടീമൊന്നും വരാത്തതിൻ്റെ പേരിൽ നമ്മൾ വരാതിരുന്നാൽ അടുത്ത ആഴ്ചയും ടീമൊന്നും വരില്ല, അതിൻ്റെ അടുത്ത ആഴ്ചയും ടീമൊന്നും വരില്ല. ഇതായിരിക്കും നമ്മളെ അവസ്ഥ. ടീമില്ലെങ്കിലും നമ്മൾ പങ്കെടുക്കുക. നമ്മൾ പങ്കെടുത്താൽ എൻ്റെ ലീഡർ അവിടെ ഉണ്ട്, ഞാനും പോവും, എല്ലാവരെയും ക്ഷണിക്കുക.
ടീമിൽ ആരൊക്കെ ഉണ്ടോ ഓലൊക്കെ ക്ഷണിക്കുക, GTS ക്ഷണിക്കുക, പുതിയ ആളുകളെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുക, പുതിയ ആളുകളെയും നമ്മൾ ക്ഷണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കൂടെ GTS ആളുകൾ വരും. അത് തന്നെ കൃത്യസമയത്ത് ഏകദേശം ഒരു 11 മണി ആകുമ്പോൾ തന്നെ നമ്മൾ ആ GTS സെന്ററിൽ എത്തുകയും ചെയ്യാം. അന്ന് ഒരു ദിവസം നിങ്ങൾ എന്തിനാ വർക്കിന് പോകുന്നത്? ഒരിക്കലും അന്ന് രാവിലെ നിങ്ങൾ വർക്കിന് പോകാനോ 1 to 1 കൊടുക്കാൻ പോകാനോ ഒന്നും പറ്റൂല. അത് പോയിട്ടും കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമല്ല. അതിനേക്കാൾ നേട്ടം നിങ്ങൾ GTS പങ്കെടുക്കുന്നതാണ്. താമരശ്ശേരിക്കാരോടാണ് ഞാൻ പറയുന്നത്. താമരശ്ശേരി GTS ഞാൻ പങ്കെടുക്കുക. അതുകൊണ്ടാണ് താമരശ്ശേരി GTS എന്നെ വരുന്നത്. ഈ GTS നമ്മൾ വരുന്ന സമയത്ത് എന്തിനാ വരുന്നത്? നമ്മളൊരു സ്റ്റാർ ആയാൽ അവിടെ ബ്രാൻഡ് ന്യൂ സ്റ്റാറിന് നമുക്ക് മൈക്ക് കിട്ടും. അത് വാങ്ങി നമ്മൾ സംസാരിക്കണം. നമ്മളെ കൂടെ ജോയിൻ ചെയ്ത സ്റ്റാറിന്റെ കൂടെ ജോയിൻ ചെയ്ത ഒരു പക്ഷേ 2 സിൽവർ അവിടെ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളെ കൂടെ പുതിയ ആള് വന്നിട്ടുണ്ടാവും. അവര് അവര് നമ്മളെവിടെങ്കിലുമൊക്കെ എത്തിക്കുന്ന അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൈക്ക് വാങ്ങി നമ്മൾ സംസാരിക്കുന്നത്. ഈ മൈക്ക് വാങ്ങി ഒന്നും നിങ്ങൾ പറയണ്ട. ഫസ്റ്റ് നിങ്ങൾക്കൊന്നും പറയാനും കിട്ടൂല. പേരും സ്ഥലവും ഒന്ന് പറഞ്ഞൂടെ? ഇന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്, എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന ആളാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അത് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചങ്ങ് പറഞ്ഞോളി. ഇത്രേ പറയാനുള്ളൂ. എക്സ്പീരിയൻസ് എന്നും ഒന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഒരേ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് എന്നും പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ വന്നിട്ട് പറയുന്നുണ്ടാവും. നമുക്ക് ടീമില്ല എന്ന് പറയുന്ന ആളുകളാണ് ഞാൻ പറയുന്നത്. അവിടെ വന്നിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ കയറിയിട്ട് ചിലപ്പം ഓട്ടോ ഡ്രൈവർ ആയിരിക്കും അവിടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവർ എനിക്ക് പരിചയമുള്ള, ഓലോടിക്ക് പറയാൻ പറ്റും. ഇത് നമ്മളെ മനസ്സിലേക്ക് വരും. പിന്നെ ഒരു ഉസ്താദ് കയറുന്നു, എൻ്റെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഉസ്താദ് ഉണ്ട്, ഉസ്താദിനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത് നമ്മളെ മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വീട്ടമ്മയ്ക്കും, സാധാ വീട്ടമ്മ, ഓരോ അടുക്കളയിൽ നിന്ന് വന്നിട്ടാണല്ലോ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയത്, ഇതുപോലെ ഈ വീട്ടമ്മമാരോടൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ ഇത് കേൾക്കും എന്ന് നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും GTS സെന്ററിൽ, നിങ്ങൾ എത്ര തവണ കേട്ടതാണെങ്കിലും GTS സെന്ററിൽ വന്നിട്ട് കിട്ടുന്ന ആ അനുഭവം ആണ് ശരിക്കും നമ്മളെ ലീഡേഴ്സ് നമ്മളോട് പറയാറുള്ളത്. നമ്മൾ താമരശ്ശേരി GTS സെന്ററിൽ GTS എടുക്കാൻ പറ്റുന്നോ അന്ന് വരെ നമ്മൾ GTS സെന്ററിൽ വരണമെന്നോ. അതുപോലെ ഈ GTS സെന്ററുകൾ നമ്മുടെ ഒരു ചാർജിങ് പോയിന്റുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഇപ്പം ഒരു 1 ലക്ഷം രൂപന്റെ മൊബൈൽ ഫോൺ ആണെങ്കിൽ, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപന്റെ മൊബൈൽ ഫോൺ ആണ് നമ്മൾ വാങ്ങിയതെങ്കിൽ, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപന്റെ ലാപ്ടോപ്പാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ, അത് ചാർജ് ഇല്ലെങ്കിൽ ഒന്നിനും പറ്റൂല. അതുപോലെ തന്നെയാണ് നമ്മളെ മൈൻഡും. നമുക്ക് ചാർജ് ഇല്ലെങ്കിൽ ഒന്നിനും പറ്റൂല. ആ ചാർജിങ് പോയിന്റുകളാണ് GTS സെന്ററുകൾ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ FSS എവിടെ ഉണ്ടെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോയി പങ്കെടുക്കുക. ടീമിനെയും കൂട്ടി പങ്കെടുക്കുക. നമ്മൾ പോകുന്ന ആദ്യം തീരുമാനിക്കുക, എൻ്റെ ടീമൊന്നും വരുന്നില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ എന്തിനാ വരുന്നത്, വെറുതെ എന്തിനാ 300 റുപ്യ ഞാൻ ഇട്ടാളുന്നത്. ഇതൊരിക്കലും നിങ്ങൾ ഇട്ടാളല്ല. ഈ 300 നിങ്ങൾക്ക് 3000, 3 ലക്ഷം, 3 കോടിയും 30 കോടി ഉണ്ടാക്കി തരാനാണ് ഈ 300 രൂപ നിങ്ങൾ ഇട്ടാളുന്നെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ ഇട്ടാളല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പലരും ഇവിടെ പ്രൊഡക്റ്റ് ഇല്ലാതെയാണ് ബിസിനസ് ചെയ്യുന്നത്. പലർക്കും പ്രൊഡക്റ്റ് ഇല്ല. പലരും ചെയ്യുന്നത് ഊഹക്കച്ചവടം. പലരും ഷോക്കേസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു 4 ബ്ലഡ് പ്യൂരിഫയറും ഒരു 4 ലിവഗൈനും എന്തെങ്കിലും ഒരു 4 എണ്ണോ എന്തെങ്കിലും കുറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാകുക. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ, പ്രൊഡക്റ്റ് കുറയുന്ന സമയത്ത് എനിക്ക് കച്ചവടം വളരെ കുറയും. ഞാനിപ്പോഴും കച്ചവടം ചെയ്യാറുണ്ട്, ഞാനിപ്പോഴും റീറ്റെയിൽ ചെയ്യാറുണ്ട്. അത് ഞാൻ റീറ്റെയിലിങ്ങിനായിട്ട് ഇറങ്ങി പോയിട്ട് റീറ്റെയിൽ ചെയ്യുന്നതല്ല. ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടും എൻ്റെ കുടുംബക്കാരൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ടായിട്ടും പിന്നെ എൻ്റെ അങ്ങനെയൊക്കെയാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ കൂടെ പഠിച്ച ആളുകൾക്കും എൻ്റെ ബാക്കിയുള്ള ആളുകൾക്ക്, എൻ്റെ മക്കൾക്ക്, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് ഞാനിത് കൊടുക്കുന്നത്. എങ്കിലും എങ്ങനെയാണ് ഈ കച്ചവടം എനിക്ക് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഷോക്കേസ് ഫുള്ള് സാധനം ഉണ്ടായാൽ കൂടുതൽ എനിക്ക് സാധനം ചെലവാകുക ചെയ്യാം. സാധനം കുറയുന്ന സമയത്ത് എനിക്ക് സാധനത്തിന് ഓർഡറേ ഉണ്ടാവില്ല. സാധനം കൂടുമ്പോൾ
കൂടുതൽ എൻ്റെ ഷോക്കേസിലേക്ക് സാധനം വരുമ്പോൾ എനിക്ക് കൂടുതൽ സാധനത്തിന് ഓർഡർ ഉണ്ടാവും. അങ്ങനെ അത് ഞാൻ ഇന്ന് എല്ലാ ദിവസവും വർക്കിന് പോയാലും വർക്ക് തീരാത്ത സാഹചര്യമാണ് എനിക്കുള്ളത് എങ്കിലും അതിൻ്റെ കൂടെ ഞാൻ ഇതും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടാവും, അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. ഒരു നെഗറ്റീവ് പോയിന്റ് നിങ്ങളിപ്പം നിങ്ങളെ മനസ്സിൽ ഇത് കേൾക്കുന്ന ആളുകൾ, നിങ്ങളെ മനസ്സിൽ ഇത് കേൾക്കുന്ന ആളുകൾ ഒരു കാര്യം ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും, അഫ്സത്ത് മാഡത്തിന് വണ്ടി അറിയാം, ഞങ്ങൾക്കൊന്നും വണ്ടി അറിയൂല. അഫ്സത്ത് മാഡം പ്രസവിച്ചന്നേ ഈ വണ്ടിമേല് സ്കൂട്ടർമേല് വന്ന ആളല്ല. ഈ സ്കൂട്ടർ ജീവിതത്തിന്റെ സാഹചര്യം കൊണ്ട് പഠിച്ചെടുത്ത ആളാ. ഒരു ഭയങ്കര പേടിയായിരുന്നു എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ, ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കണ്ണൊക്കെ ചുമ്മി സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. അത്രയും പേടിയായിരുന്നു എനിക്ക്. ഭയങ്കര ആ പേടിയൊക്കെ മാറ്റിയത് ജീവിതത്തിന്റെ സാഹചര്യമാണ്. നമുക്കത് മാറ്റിയെടുത്തേ മതിയാവും, നമുക്കത് പഠിച്ചേ മതിയാവും എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വന്നാൽ നമ്മൾ പഠിക്കണം എന്നുള്ള എന്താ പറയാ, മനസ്സോണ്ട് നമ്മൾ അത് ഏറ്റെടുക്കണം, എന്നാലേ നമ്മൾ പഠിക്കും. പേടിയൊക്കെ ഉണ്ടാവും. എനിക്ക് നല്ല പേടിയായിരുന്നു, നല്ല പേടിയാ. ഒരു 6 മാസം ഞാൻ നല്ല പേടിയോടുകൂടിയാണ് വണ്ടി ഓട്ടി. അത്രയും ഈ പേടി മാറ്റാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത് അറിയോ? ഈ പേടി മാറ്റിയതാണ് ശരിക്കും എൻ്റെ ടൈലർ ഷോപ്പിലേക്ക് എത്തിച്ചത്. കാരണം പേടി മാറ്റാൻ വേണ്ടി ഞാനൊരു ടൈലർ ഷോപ്പിൽ വർക്ക് ചെയ്യാൻ പോയി. കാരണം എന്താ വെച്ചാൽ ദിവസവും രാവിലെ ഈ ബൈക്ക് എടുത്ത് പോയാലേ എൻ്റെ പേടി മാറും. അതിന് വേണ്ടിയിട്ട് ദിവസവും വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ടൈലർ ഷോപ്പിൽ താമരശ്ശേരി ശരിക്കും കയറുന്നത്. ടൈലർ ഷോപ്പ് കയറി അവസാനം ആ ടൈലർ ഷോപ്പ് ഞാൻ ഏറ്റെടുത്തതാണ്. അപ്പോ അതും ഒരു കാരണം. അതുപോലെ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. കോൺഫിഡൻറ്റ് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നെ കോൺഫിഡൻറ്റ് വേണം. നമുക്ക് വരുമാനമുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും നമുക്ക് ഈ ഒരു ബിസിനസ്സിന് നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻറ്റ് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയുന്നത്, നമുക്കൊന്നും എനിക്കൊന്നും പറയാനോ സംസാരിക്കാനോ കഴിവുള്ള ഒരാളല്ല ഞാൻ. പക്ഷെ ഈ ബിസിനസ്സിൽ രക്ഷപ്പെടും എന്നുള്ള ഉള്ളിലുള്ള കോൺഫിഡൻറ്റ്. നമ്മളെ ടീമിൽ വന്ന ഒരാള് ഒരു 50,000 രൂപയ്ക്കോ 1,00,000 രൂപയ്ക്കോ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ടെൻഷൻ അടിക്കാൻ ഒരിക്കലും പാടില്ല. പടച്ചോനെ, ഓൾ 50,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുത്താൽ ഓളെന്താ ചെയ്യാ പടച്ചോനെ, നമ്മൾ ഒരിക്കലും അത് ചിന്തിക്കാൻ പാടില്ല. അവർക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കിത് വിൽക്കാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ ഒരിക്കലും ഞാൻ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ഞാൻ പറയല്. എങ്കിലും ഇന്നേ വരെ ഒരാളെയും പ്രോഡക്റ്റ് തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ആ കോൺഫിഡൻറ്റ് അവർക്ക് കൊടുക്കണം, അത് നമ്മൾ പാസ് ചെയ്യണം. നിങ്ങളെ പൈസ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവൂല എന്ന് നമ്മൾ അവരെ 100 വട്ടം പഠിപ്പിച്ചെടുക്കണം. ചിലപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ എടുത്താൽ പിന്നെ നമുക്ക് യാതൊരു എന്താ പറയാ, നമ്മൾ പിന്നെ എങ്ങനെ നമ്മൾ ഈ കോൺഫിഡൻറ്റ് കൊടുത്ത അവരിങ്ങനെ വിളിച്ചോണ്ടേയിരിക്കും. പഠിച്ചോനെ, എൻ്റെ പൈസ പോയി, എനിക്ക് ടീമായില്ല, പിന്നെ എൻ്റെ പ്രൊഡക്റ്റ് ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങനെയാ അത് വിൽക്കാന്നൊക്കെ ചോദിച്ച് അവര് നമ്മളെ നമുക്ക് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരൊക്കെ നമ്മൾ ബെന്നിസാറ് ക്ലാസ്സിൽ ബെന്നിസാർ എപ്പോഴും പറയുന്നുണ്ട്, എൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിടീ, എൻ്റെ ബെന്നിസാറ് മുമ്പിലായിട്ട് കൊണ്ടുപോയിടുക. പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ നമ്മളെ ബെന്നിസാറിലേക്കാണ് നോക്കിയത്. ബെന്നിസാർ ID ITC 2,10,000 രണ്ട് ID വാങ്ങുന്ന ആള്. അപ്പോൾ എൻ്റെ മനസ്സിലും ഞാനും അത് തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ID ITC. ഇന്ന് ഏകദേശം എൻ്റെ 2ാമത്തെ ID STCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ID STC ആയിരുന്നു എൻ്റെ ലീഡർ ഫസ്റ്റിൽ ഞാൻ വന്ന സമയത്ത്. ഫസ്റ്റിൽ ഞാൻ പരിചയപ്പെട്ട ഏകദേശം കുറച്ച് കഴിഞ്ഞ സമയത്ത് അന്ന് ഞാൻ ചിന്തിച്ചത് ഷാഹിർ സാറെ പോലെ എനിക്കും ആവണം. ആ ഷാഹിർ സാറെ പോലെ ഇപ്പം ID STCയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം ID ITC തന്നെയാണ്. ആ ITCയിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്. ഒരുപാട് കാലതാമസമൊന്നും അതിനില്ല. 4 വർഷം കൊണ്ടാണ് ഞാൻ ID STCയിലേക്ക് എത്തിയത്. എങ്കിൽ ഒരു 2-3 വർഷം കൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ID ITCയിലേക്ക് ഞാൻ എത്തും. അതാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻറ്റ്.
അങ്ങനെ കോൺഫിഡൻറ്റിലായിരിക്കണം. ഞാൻ ടൈലർ ഷോപ്പിൽ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞ്, ടൈലർ ഷോപ്പ് തയ്യൽ പഠിക്കുന്ന സമയത്ത് അവിടെ കട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ഒരു കട്ട് ചെയ്യുന്ന ഈ ആള് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഉപയോഗിച്ച് ഒരു ചുരിദാർ കട്ട് ചെയ്യും. അപ്പം പഠിച്ചോനെ, എനിക്കൊരു ചുരിദാർ കട്ട് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണം. ഞാൻ അതിൻ്റെ പിന്നെ വർക്ക് നോക്കി അതിൻ്റെ ഇത് നോക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എനിക്ക് ഇത് കട്ട് ചെയ്യാനേ പറ്റൂല. അന്ന് ഞാൻ ചിന്തിച്ച കാര്യമുണ്ട്, ഈ മാഷെപ്പോലെ ഞാനാവും. കട്ടി മാഷ് എന്ന് ഞങ്ങൾ വിളിക്കും. ഈ മാഷെപ്പോലെ ഞാനും ആവും. അത് ഞാൻ ചിന്തിച്ചു. അതുപോലെ എനിക്ക് ആവാൻ പറ്റി. വണ്ടി ഓട്ടി പഠിക്കുന്ന സമയത്ത് പലരും റോട്ടിലൂടെ വണ്ടി ഓട്ടും. ഓരോ ഓട്ടും പോലെ ഞാനും ഓട്ടും. ഇപ്പം കാറ് ഞാൻ ഓട്ടാറില്ല. കാർ ഓട്ടാൻ ലൈസൻസ് ഒക്കെ ഉണ്ട്, ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാറില്ലാത്തതുകൊണ്ട് ഓട്ടാത്തത്. പക്ഷെ കാർ എല്ലാ ലേഡീസും വണ്ടി ഓട്ടുമ്പോൾ ഞാൻ അവരെയൊക്കെ നോക്കും. ഓരോട്ടും പോലെ ഞാനും ഓട്ടും. അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാനും അതുപോലെയാവും. വിജയിച്ചവരെ നേർക്ക് നോക്കിയിട്ട് ഞാനും അതുപോലെയാവും. ഏതൊരു കാര്യത്തിലും എക്സ്പീരിയൻസ് ഉള്ള ആളെ നോക്കിയിട്ട് അതുപോലെ എക്സ്പീരിയൻസ് ഞാനോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ കൂടെ ഈ പിന്നെ നമ്മളെ ചപ്പാത്തി പരത്തുന്ന ആളുകൾ ഞാൻ ഒക്കെ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഈ ചപ്പാത്തി പരത്തുന്ന ഇത് ശരിക്കും അത് കണ്ടാൽ നമ്മൾ നോക്കി നോക്കും. നമ്മൾ ഒരു ചപ്പാത്തി പരത്തുമ്പോഴേക്കും ഓരൊരു 100 ചപ്പാത്തി പരത്തി ചുട്ടിട്ടുണ്ടാവും. നമുക്ക് ഒരു ചപ്പാത്തി പരത്തുന്ന സമയം മതി. അത് അവരെ എക്സ്പീരിയൻസാ. അതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് അതിലാവണമെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യണം, എന്നാലേ അതിൽ എക്സ്പീരിയൻസ് ആവും. ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ ഇതുപോലെ എക്സ്പീരിയൻസ് ആവണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് നിത്യവും ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ മറ്റുള്ള ആളുകളോട് നിത്യവും പറഞ്ഞുകൊണ്ടേയിരിക്കണം. പല ആളുകളിൽ നിന്നും പല നെഗറ്റീവുകളും വരും. പല നെഗറ്റീവുകളും നമ്മൾ കേൾക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അവരെ വെറുതെ ചീത്ത പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ ചെവിക്കൂട് കേട്ട് ചെവിക്കൂട് അത് വേണ്ടാത്ത കാര്യങ്ങൾ ചെവിക്കൂട് ഒഴിവാക്കിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഏറ്റെടുക്കുക. അത് മാത്രം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ നേരെ നോക്കിയാൽ മതി. അങ്ങോട്ട് നോക്കിയാൽ അവിടെ നിന്ന് ചിലപ്പം കളിയാക്കുന്നവരുണ്ടാവും, ഈ ഭാഗത്തുനിന്ന് ചിലപ്പം വേറെ എന്തെങ്കിലും പറയുന്നവരുണ്ടാവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല. നമ്മളെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരിക്കണം, നമുക്ക് രക്ഷപ്പെടണം. അത് പല ഭാഗത്തുനിന്നും ഉണ്ടാവും. നമ്മളെ അസോസിയേറ്റിൽ നിന്നുണ്ടാവാം, നമ്മളെ ലീഡേഴ്സിൽ നിന്നുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളെ ബിസിനസ്സായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കുക. ഇതിൻ്റെ ബിസിനസ്സാണ്, എനിക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു അവസരമാണ്. അതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ആ ഒരു വഴിയിലൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ടീമിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ ഈ ബിസിനസ് ഇട്ടച്ച് പോയിട്ടുണ്ട്. ഇട്ടച്ച് പോയ ആളുകളോടും എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഇല്ല. പഠിച്ചോൻ അവരെ രക്ഷപ്പെടാൻ കണക്കാക്കാത്തത് കൊണ്ടാണ് അവർ ഈ ബിസിനസ് ഇട്ടച്ച് പോയത്. ഇട്ടച്ച് പോകുന്നവർ പോയിക്കോട്ടെ, പോവുകയാണ് വേണ്ടി. ശരിക്കും കുറേ ആളുകൾ ഇട്ടച്ച് പോകണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് അവരിട്ടച്ച് പോകുന്നത്. പഠിച്ചോനെ അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാണ്. അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോർണിംഗ് മീറ്റിൽ പരമാവധി റിവ്യൂ പറയാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ മോർണിംഗ് മീറ്റ് കറക്റ്റായിട്ട് കേൾക്കുക. മോർണിംഗ് മീറ്റ് കിട്ടുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊരു റിവ്യൂ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പറയാം. വീഡിയോ ഓണാക്കി ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മൾ വീഡിയോ ഓണാക്കിയിരുന്നാലേ നമ്മളെ ടീമിലുള്ള ആളുകൾ വീഡിയോ ഓണാക്കി ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ റിവ്യൂ പറഞ്ഞാലേ നമ്മളെ ടീമിലുള്ള ആളുകൾ റിവ്യൂ പറയാൻ മുമ്പോട്ട് വരുള്ളൂ. ശരിക്കും ഇപ്പൊ എല്ലാ ദിവസവും ഒന്നും റിവ്യൂ പറയാനുള്ള ഒരു ടൈം നമുക്ക് ഉണ്ടാവാറില്ല. പലർക്കും പല ലീഡേഴ്സും ആകുമ്പോൾ ഒരുപാട് സമയം അധികമാകുന്നുണ്ട്. എന്നാലും റിവ്യൂ പറയാനുള്ള ഏകദേശം ഒരു ടൈം ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് റൈസ് ചെയ്ത് നമുക്കാവുന്ന രീതിയിൽ നമ്മുടേതായ ഭാഷയിൽ MC ചെയ്ത ആൾക്കും പിന്നെ ഗസ്റ്റായിട്ട് വന്ന ആൾക്കും ഒരു നന്ദി പറയാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല, അവർക്ക് നന്ദി കിട്ടാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് ഒരിക്കലും നമ്മളെ നന്ദിന്റെ ആവശ്യമൊന്നുമില്ല.
നമുക്ക് സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട്. മുമ്പോട്ട് നിന്നാലേ നമ്മൾ മുമ്പോട്ട് വളരും. ബേക്കോട്ട് പോയാൽ നമ്മൾ ബേക്കോട്ടായിട്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്ത്, ചെറിയ കാര്യങ്ങൾ അത് വളരെ സത്യസന്ധമായിട്ടും അത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബിസിനസ്സിൽ നല്ല പോലെ വിജയിക്കാൻ പറ്റും. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തന്ന ലീഡേഴ്സ് തന്ന കാര്യങ്ങൾ ഇന്നിപ്പം സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ലീഡർ ഒരു 2 ആഴ്ച മുമ്പ് സായർ സാറ് ഒരാഴ്ചയായിരുന്നു. അപ്പോൾ സായർ സാറ് വിളിച്ചപ്പോൾ സായർ സാറേ, ഞാൻ കുറേ പ്രാവശ്യം വന്ന എക്സ്പീരിയൻസ് പറഞ്ഞതാണ്, കുറേ പ്രാവശ്യം മോർണിംഗ് മീറ്റിൽ വന്നതാണ്, ഞാൻ ഇനി എന്താ പറയാ, എനിക്കിനി എന്താ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒന്ന് ഒഴിഞ്ഞു മാറിയാ. പക്ഷെ ബാപ്പുത്തങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റൂല. നമ്മളെ ലീഡറോട്, നമ്മളെ സ്വന്തം വാപ്പനോട് നമുക്ക് എന്തും പറയാലോ, വേറൊരാളോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറിയാണ്. എന്തായാലും പിന്നെ നമ്മൾ അതുപോലെ തന്നെ കുറച്ചും കൂടി സമയം ഞാൻ സംസാരിക്കാം. സമയം 6:44 ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കൊണ്ട് കുറച്ച് കാര്യം കൂടി എനിക്കറിയാവുന്ന എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. റീറ്റെയിലിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. റീറ്റെയിലിങ്ങിലൂടെ നമുക്ക് റിക്രൂട്ട്മെന്റ് കിട്ടുള്ളൂ. റീറ്റെയിലിംഗ് നമ്മളെ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ വെച്ചിരുന്നിട്ട് കാര്യമല്ല. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നമ്മളെ ഫാമിലിയിലേക്കും നമ്മളെ ക്ലാസ്മേറ്റ്സിലേക്കും നമ്മളെ അയൽവാസികളിലേക്കും ഒക്കെ നമ്മളെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിലൂടെ നമുക്ക് റിക്രൂട്ട്മെന്റ് സാധിക്കും. പല ഭാഗത്തു നിന്നും ഇത് എൻ്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ ഉപയോഗിച്ചതാണ്, ഇത് എൻ്റെ താത്ത ചെയ്തതാണ്, ഇതിൻ്റെ മറ്റൊരു ചെയ്തതാണ് എന്നൊക്കെ പറയും. പക്ഷെ ചെയ്ത ആളുകൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവരെ ഐഡിയ അടിച്ച് ജോയിൻ ചെയ്ത് ചിലപ്പോൾ ഒരു 5000 റുപ്യൻ്റെ ഉൽപ്പന്നങ്ങളും എടുത്ത് പിന്നെ എനിക്കിത് പറ്റൂല എന്ന് വിചാരിച്ച് ഒഴിവായ ആളുകളായിരിക്കും. അവർക്കൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഉൽപ്പന്നങ്ങളും ഓപ്പർച്യൂണിറ്റിയും പറഞ്ഞു കൊടുക്കുക. ഈ ഉൽപ്പന്നങ്ങളും ഓപ്പർച്യൂണിറ്റിയും നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ദിവസവും നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ ആരെങ്കിലും കാണുള്ളൂ. ഇറങ്ങാതെ വീട്ടിലിരുന്നാൽ നമ്മൾ ആരെയും കാണൂല. നമ്മളെ വീട്ടിൽ വരുന്ന കുറച്ച് ആളുകളെ മാത്രമേ നമ്മൾ കാണൂ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിയിട്ട്, ഏതെങ്കിലും രീതിയിൽ ഇറങ്ങിയിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുക. ഒന്നും നിങ്ങൾക്ക് എവിടേക്കും ഇറങ്ങാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രസ്സ് നോക്കാൻ ടെക്സ്റ്റൈൽസ് പോയിക്കോളി. അവിടെ ഉണ്ടാവും ആൾക്കാർ. ഡ്രസ്സ് നോക്കാൻ നിങ്ങൾ ഡ്രസ്സ് വാങ്ങണ്ട, ഡ്രസ്സ് നോക്കാൻ ടെക്സ്റ്റൈൽസ് പോയിക്കോളി. അല്ലെ മൊബൈൽ ഫോൺ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ നന്നാക്കാൻ മൊബൈലിന്റെ ഷോപ്പ് പോയിക്കോളി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് പോകണ്ടാവും, അക്ഷയ പോകണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ലേഡീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ലേഡീസിനൊക്കെ ചെയ്യാനുണ്ടാവും. ആ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഓരോ ആളുകളെയും പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെടുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരെ ഫോൺ നമ്പർ വാങ്ങി ഫോളോ അപ്പ് ചെയ്യുക. ഇങ്ങനൊക്കെ ഇത്രയൊക്കെ ഇതിനോട് ചെയ്യാനുള്ളൂ. ഫീൽഡ് വർക്ക് ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല. ഫീൽഡ് വർക്ക് ചെയ്താലേ വിജയിക്കുള്ളൂ. നമ്മൾ തന്നെ ഒരു ലീഡർ ആവാൻ ശ്രമിക്കുക. നമ്മളെ കൂടെ ഒരാളാണ് വന്നതെങ്കിൽ ആ ഒരാളെ നയിക്കുന്ന ലീഡറായി നമ്മൾ മാറുക. എന്തായാലും ദരിദ്രരായ പാവപ്പെട്ട ആളുകൾക്ക് ധനികന്മാരാവാനുള്ള ഒരവസരമാണ് നമ്മളെ കയ്യിൽ കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് നീങ്ങുക. ബെന്നി സാർ എന്ത് ചെയ്തോ അത് ബിജു സാറ് ചെയ്തു. ബിജു സാർ എന്ത് ചെയ്തോ അത് അയ്യൂബ് സാറും ഷാരു സാറും റമീസ് സാറും ഏറ്റെടുത്ത് ചെയ്തു. അത് നമ്മളിലേക്ക് തന്നു. അവരൊക്കെ ചെയ്യുന്ന രീതിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുക. അവരൊക്കെ എങ്ങനെയാണോ ഈ ബിസിനസ്സിൽ വിജയിച്ചത് ആ വഴി നമ്മൾ തേടി നമ്മളും സ്വീകരിക്കുക. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ഒരു കാലത്ത് ബിജു സാർക്ക് 4-5-6 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന ആളല്ലായിരുന്നു ബിജു സാർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ദിവസവും രാവിലെ എന്നോട് കഥ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പൂനൂര് ചീനിമുക്കിൽ ഒരു കിണറുണ്ട്. ചീനിമുക്കിലല്ല, പൂനൂർ അങ്ങാടിയിൽ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ തിണ്ടത്ത് എത്രയോ ദിവസം വന്നിരുന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചിന്തിച്ച് സായർ സാറും ബിജു സാറും ഫസൽ സാറും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ദിവസവും ഒരു ജോലി കിട്ടിയതുപോലെ അന്ന് അവര് ഇറങ്ങി. അന്ന് രാവിലെ മോർണിംഗ് മീറ്റിലൊക്കെ കയറുന്ന അവസ്ഥ എന്നോട് പലപ്പോഴും ബിജു സാർ പറയായിരുന്നു. രാവിലെ മോർണിംഗ് മീറ്റിൽ രാത്രി ഒരു 2 മണിയൊക്കെ ആവും ഉറങ്ങാന്. കാരണം ചെറിയ കുഞ്ഞുള്ള സമയത്ത് കുഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കൂല. അങ്ങനെ ഒരു 2 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് ഈ സൂം തുറക്കുക ചെയ്യാറ്. ഈ സൂമിൽ വരിക ചെയ്യാറ്. അങ്ങനെ ഉണ്ടാക്കിയ സൂമാണ് ഈ സൂം. അതുപോലൊക്കെ അത്രയും അന്ന് എഫേർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ട് ഇന്ന് ബിജു സാറ് സൂം ഉണ്ടോന്ന് പോലും നോക്കാറില്ല.
അങ്ങനെ ആ ലെവലിലേക്ക് മാറാൻ പറ്റി. പക്ഷെ അന്ന് കിട്ടുന്നതിന്റെ എത്രയോ ഒരുപാടധികം വരുമാനം ഇന്ന് ബിജു BK സാറിന് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളും നോക്കേണ്ടത്. നമ്മുടെ ടീമിൽ വന്ന ആളുകളെ എങ്ങനെയൊക്കെ വളർത്തണോ ആ രീതിയിലൊക്കെ നമ്മൾ വളർത്താൻ ശ്രമിക്കുക. ഒരാളാണ് വന്നതെങ്കിൽ അവരെ ബ്രോൺസ് ആക്കി, അവരെ സിൽവർ ആക്കി, അവരെ സ്റ്റാർ ആക്കി, ഇതിന്റെ ഒക്കെ പ്രത്യേകത അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് നമ്മളോട് എന്തിനാണ് നമ്മളെ ലീഡർ പിന്നെ റാങ്ക് ചേഞ്ച് ചെയ്യാൻ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. റാങ്ക് ചേഞ്ച് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം പിന്നെ റാങ്ക് ചേഞ്ച് ചെയ്യാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ മാറ്റങ്ങൾ നിങ്ങളെ ടീമിനെയും നിങ്ങളെ നാട്ടുകാരെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ റാങ്ക് ചേഞ്ച് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 2025 കൂടി നമുക്ക് ഒരുപാട് വലിയ വളർച്ചയിലേക്ക് നമ്മളെ ബിസിനസ് വളരാൻ പോവുകയാണ്. ആ വളരുന്ന സമയത്ത് പല ആളുകളും ഈ ഒരു ബിസിനസ്സിൽ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിൽ ഏറ്റവും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആര് നമ്മളെ നാട്ടിലെന്ന് ചോദിച്ചാൽ അത് അവര് അന്വേഷിക്കുന്ന സമയത്ത് അത് നമ്മളാവണം. അപ്പൊ നമ്മൾ വേഗം റാങ്ക് ചേഞ്ച് ചെയ്ത് വേഗം മുമ്പോട്ട് പോവുകയും പെർഫോമൻസ് ബോണസ്, ലോയാലിറ്റി ബോണസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുകയും ഇതൊക്കെ നേടുന്നതോടൊപ്പം ഈ അച്ചീവ്മെന്റുകളൊക്കെ നമ്മൾ പുറത്തുള്ളവരെ കാണിക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മളെ കൂടെ ആളുകൾ ഇനി വരാൻ പോകുന്നേയുള്ളൂ. നമ്മളെ കൂടെ ആരും വന്നിട്ടില്ല, ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ കൂടെ വരാനുണ്ട്. നമുക്ക് ഇതിനേക്കാൾ ഒരുപാട് വലിയ വിജയങ്ങൾ ഇനി കിട്ടാനുണ്ട്. അതിന് എന്താ പറയാ, വരാൻ പോകുന്ന പൂരം അറിയിക്കണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മള് ഒരു വർഷം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ ഏത് ലെവലിൽ എത്തുന്നോ എങ്ങനെയാവുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ആ ലെവലിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ആ ട്രാക്ക് കയറി നിൽക്കണം, ആ ട്രാക്കിന്റെ കൂടെ നിൽക്കണം. ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ച് അതേപോലെ നീങ്ങി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയാൽ വളരെ വിജയങ്ങളിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ അതുപോലെ തന്നെ ഈ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലീഡേഴ്സിനെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ ഒരു പണിയില്ല. എനിക്ക് വിദ്യാഭ്യാസമല്ല, എനിക്ക് വിവരമല്ല എന്നൊന്നും പറയുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. എനിക്കതൊന്നുമില്ല, വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊക്കെ ഫോണിൽ നോക്കിയിട്ട് നമ്മളെ ആപ്പ് തുറന്ന് നോക്കിയിട്ട് അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്. അതുപോലെ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നല്ല, നിങ്ങൾ അപ്ലൈൻ ലീഡറുടെ സഹായത്തോടു കൂടി ഇതൊക്കെ ചെയ്ത് പഠിച്ചോളി. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. എന്നാലും അപ്ലൈൻ ലീഡറുടെ സഹായത്തോടു കൂടി ID ചെയ്യാനും KYC ചെയ്യാനും BV ചെക്ക് ചെയ്യാനും നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പഠിക്കുക. അതൊക്കെ പഠിച്ചാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. ഞാനൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിച്ച് എന്ത് കാര്യത്തിലായാലും നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങിലും നമ്മൾ പഠിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ തള്ളിക്കളയാതെ നിങ്ങളത് മനസ്സിൽ ഏറ്റെടുത്ത് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, പ്രജീഷ് കാവ്യ സാർ ഒരു മോട്ടിവേഷനാണ്. ഞാൻ ടീം കോർഡിനേറ്റർ ആയതിനു ശേഷം എന്നെ ഈ ബിസിനസ് പിടിച്ചു നിർത്തിയ അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്ക്. അതുപോലെ എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സ് തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കിൽ നിങ്ങൾ പിടിച്ചു നിന്ന് മുമ്പോട്ട് പോവുക. എന്തായാലും വിജയം ഉറപ്പാണ്. നമ്മൾ അത്രയും നല്ല കംഫർട്ടായ ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ കമ്പനിയിൽ എത്തിപ്പെട്ട നമ്മൾ തന്നെ നല്ല ഭാഗ്യവാന്മാരാണ്. ആ കാര്യം മാത്രം നമ്മൾ ഓർക്കുക. ഇത്രയും നല്ല ഒരു കമ്പനിയിലോ ഇതുപോലെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ തന്നെ എത്തിപ്പെടാൻ നമുക്ക് നല്ല ഭാഗ്യം വേണം. പക്ഷെ അതിലുപരി നമ്മൾ എത്തിപ്പെട്ട കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും ഒക്കെ അറിയാത്ത ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് യൂട്യൂബും എല്ലാ മേഖലയിൽ നിന്നുണ്ട്. അതൊന്നും പഠിക്കാൻ ഒരു പണിയില്ല. അതിലൊക്കെ നോക്കി നമുക്ക് പഠിക്കാൻ സാധിക്കും. ഗൂഗിൾ ഉണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മളൊക്കെ നമ്മളെക്കാളും
വിവരമുള്ള നമ്മളെ മക്കളുണ്ട്, അവർക്കെല്ലാം അറിയാം. അവരോട് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ ശ്രമിച്ച് പഠിച്ച് മുമ്പോട്ട് പോവുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.